ശല്യത് മനുഷ്യൻ ഉറങ്ങാനും സമ്മതിക്കത്തില്ല. ഈ പെണ്ണിത് എവിടെ പോയി കിടക്ക പവി? എന്തൊരു കഷ്ടാ നോക്കണേ. അയ്യോ പാർട്ടി. അമ്മേ തരുൺ, അവന് തന്നെ കൊല്ലും. ദാ വരണോ. തരുണേ, നീ എപ്പ വന്നു? വാ കേറ്. എവിടെ പോയി കിടക്കാരെന്നടി കോപ്പെ? സോറിടാ, ഞാനൊന്ന് ഉറങ്ങിപ്പോയി. ഇങ്ങനെയോ? ഞാൻ എത്ര നേരെ വന്നിട്ടെന്നറിയോ? എത്ര പ്രാവശ്യം ഞാൻ നിന്റെ ഫോണിലേക്ക് വിളിച്ചു. ഷെടാ സോറിന്ന്. ഒരു 10 മിനിറ്റ്, ഞാൻ വേഗം റെഡിയാവാം. എന്തിന്? ഇനിയിപ്പോ പോയിട്ടെന്തിനാ? ഷെടാ ഒരു 10 മിനിറ്റ് എന്ന് പറഞ്ഞില്ലേ? ആ എന്തെങ്കിലും ചെയ്യേ. പവി ലേറ്റ് ആവുന്നു. ഈ ചെറുക്കൻ മനുഷ്യൻ ഒരുങ്ങാനും സമ്മതിക്കത്തില്ല. ദാ വരുന്നു. എങ്ങനെയുണ്ട്? കൊള്ളാമോ? വാ തുറന്ന് എന്തേലും പറയിച്ചക്ക. സൂപ്പർ ആയിട്ടുണ്ട്. ഇനി എന്തായിരിക്കുന്നേ? വാ പോവാം. ഇത് ഒരുമാതിരി പണിയായി പോയി പവി. ഐറിനൊക്കെ അവിടെ ചെന്ന് വിളിയോട് വിളിയാ. അവൾ എവിടെ ഇരുന്ന് വിളിക്കട്ടെ. എടാ കൊച്ചിനുള്ള ഗിഫ്റ്റ് എവിടെ? ദാ ആ കവറിലുണ്ട്. ഇത് ചെറുതല്ലേ? എന്താ ഇതിന്റെ ഉള്ളില്? ബോക്സ് ചെറുതാണെങ്കിൽ എന്താ, അതിനുള്ളിലെ 1000 രൂപയുടെ വാച്ചാ. 1000 രൂപയോ? വല്ല ചെറിയ ടെഡിയോ മറ്റോ മേടിച്ചാൽ മതിയായിരുന്നില്ലേ തരുൺ? അതാവുമ്പോ 500-ൽ ഒതുങ്ങിയേനെ. മാത്രല്ല കാണാൻ ഒരു എടുപ്പുണ്ടായേനോ. എടി പിശുക്കി പവി, നീ എനിക്ക് 500 തന്നാ മതി. അയ്യ, ഞാൻ നിനക്ക് പൈസ തരണമെന്ന് തന്നെ വിചാരിച്ചിട്ടില്ല. അപ്പോഴാ അവന്റെ ഔദാര്യം. നീ വണ്ടി എടുക്ക ചക്ക. അപ്പൊ അത് പോയി. നമ്മള് കുറച്ച് ലേറ്റ് ആയി തോന്നണു അല്ലേ? ശരിക്കും പോടി. ആന്നേ, കണ്ടില്ലേ കേക്ക് മുറി കഴിഞ്ഞു തോന്നണു. ഇതൊക്കെ പോത്തുപോലെ കിടന്ന് ഉറങ്ങുമ്പോ ആലോചിക്കണം. പവി, തരുൺ, നിങ്ങൾ എന്താടോ ലേറ്റ് ആയത്? ഈ തരുൺ എപ്പോഴും എങ്ങനെയാ സർ? ഇവനെ കാത്തുനിന്ന് ഞാനും ലേറ്റ് ആയി. എന്താടോ തരുൺ? അവള് ചുമ്മാ പറയുന്നതാ സർ. വരുന്ന വഴിക്ക് ട്രാഫിക്കിൽ പെട്ടു, അതാ ലേറ്റ് ആയേ. ഓ അത് ശരി. നിങ്ങൾ മോളെ കണ്ടില്ലല്ലോ. ഹെലൻ. എന്താ പപ്പ? ഇതാണ് ബർത്ത്ഡേ ഗേൾ ഹെലൻ. ഹാപ്പി ബർത്ത്ഡേ മോളു. താങ്ക് യു ആന്റി. ഹാപ്പി ബർത്ത്ഡേ ഹെലൻ. താങ്ക് യു അങ്കിൾ. എന്നാ പിന്നെ നിങ്ങൾ ഫുഡ് കഴിക്കി, ഞാൻ അപ്പുറത്തുണ്ടാവും. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. ഓക്കെ സർ. ഈ ഐറിൻ ഇത് എവിടെ പോയി? തല്ലിക്കൊന്നാലും ചാവില്ല. ദാ വരണു. ഹായ് ഗായ്സ്. അല്ല നിങ്ങളെന്താ ലേറ്റ് ആയത്? ഓഫീസിൽ നിന്ന് ഇറങ്ങി വീട്ടിൽ ചെന്നപ്പോഴേ ഞാൻ വെറുതെ ഒന്ന് കിടന്നതാ, പക്ഷെ ഉറങ്ങിപ്പോയി. ബെസ്റ്റ്. നിങ്ങൾക്ക് ആർക്കും വിശക്കുന്നില്ലേ? എനിക്ക് വിശക്കുന്നുണ്ട്. ഫുഡല്ലേ നിരനിരയായിട്ട് നിന്ന് നമ്മളെ മാടി വിളിക്കുന്നത്. എന്നാ വായോ, നമുക്ക് ഫുഡ് കഴിക്കാം. മോളെ പതുക്കെ. പപ്പ എന്നെ ഓർക്കുന്നുണ്ടോ? പപ്പ എന്നോട് ഇപ്പോഴും ദേഷ്യായിരിക്കൂലേ? എന്തു പറ്റി? നിന്റെ മുഖം എന്താ വല്ലാതിരിക്കുന്നത്? ഏയ് ഒന്നുമില്ല, ഞാൻ വെറുതെ. ആ വെറുതെയാണെന്നുള്ളത് ആ മുഖം പറയുന്നുണ്ട്. നീ കരഞ്ഞോ? ഏയ് ഇല്ല. നമുക്ക് വീട്ടിൽ പോയാലോ? എനിക്കെന്തോ ഒരു സുഖമില്ല. ആണോ? എന്നാ പോയേക്കാം. എന്താണ്, കാര്യമായ ആലോചനയിലാണല്ലോ. തരുൺ, നീ ഏഞ്ചലിനെ കണ്ടിട്ടുണ്ടോ? ഇല്ല, നീ കണ്ടിട്ടുണ്ടോ? 2 കൊല്ലം മുൻപ് ഒരു ട്രെയിനിൽ വെച്ച്. ഓ അങ്ങനെ. നാളെ ഓഫല്ലേ, ഞാനിന്ന് നിന്റെ കൂടെയാ. ഓക്കേ. എടാ, നമ്മുടെ പഴയ മാട്രസ് എവിടെ? നമുക്കിന്ന് ബാൽക്കണിയിൽ കിടക്കാം. അത് വേണോ പവി? നല്ല തണുപ്പുണ്ട്, ചിലപ്പോ മഴ പെയ്തേക്കും. അതൊന്നും സാരല്ല, നീ ആ മാട്രസ് ഒക്കെ ഒന്ന് വിരിച്ചിട്. അപ്പോഴേക്കും ഞാനൊന്ന് ഫ്രഷ് ആയി വരാം. ഓക്കേ, എന്നാ പിന്നെ അങ്ങനെ ആവട്ടെ. ഹലോ അമ്മ. മോനെ തരുൺ, എന്തൊക്കെയുണ്ട് വിശേഷം? ഹാ അമ്മ, സുഖാണ്. അച്ഛൻ എവിടെ? ഓക്കെ അല്ലേ ഇപ്പോ? ആടാ, അച്ഛനൊരു കുഴപ്പമില്ല. നീ വല്ലതും കഴിച്ചായിരുന്നോ? ഹാ അമ്മ, കഴിച്ചു. ഞാൻ പറഞ്ഞിരുന്നില്ലേ ബോസിന്റെ മകളുടെ ബർത്ത്ഡേ, അത് ഇന്നായിരുന്നു. ആണല്ലേ? എന്താ പവി മോളുടെ വിശേഷം? അവളിവിടെ ഉണ്ട്, ഞാൻ കൊടുക്കാം. ഹലോ ആന്റി. മോളെ പവി, എന്തൊക്കെയുണ്ടടാ വിശേഷം? ഇവിടെ സൂപ്പർ അല്ലേ? അങ്കിളിന്റെ വിശേഷം എന്താ?
സുഖായിരിക്കുന്നു മോളെ. ഞാൻ മോൾക്കൊന്ന് വിളിക്കാനിരിക്കായിരുന്നു. ആണോ? എന്താ ആന്റി വിശേഷിച്ച്? അത് പറയാം. അവനുണ്ടോ അടുത്ത്? ഏയ് ഇല്ല ആന്റി, അവൻ ബാത്റൂമിൽ കയറി. ആന്റി പറഞ്ഞോ. അവന്റെ വിവാഹകാര്യത്തെ കുറിച്ച് പറയാനാ മോളെ. അവനെങ്ങാനും കേട്ട സംസാരിക്കാൻ സമ്മതിക്കത്തില്ല. ആഹാ, ചെറുക്കനെ കെട്ടിക്കാനായോ? ഒന്നും പറയണ്ട എന്റെ മോളെ. ഈ വരുന്ന ജൂലൈയിലെ അവന് 29 വയസ്സ് തികയും. ജോൽസിന് അവന്റെ വിവാഹപ്രായം പറഞ്ഞിരിക്കുന്നത് 30 വയസ്സാ. ആ കുരങ്ങിന് ഇതിലൊന്നും വലിയ വിശ്വാസമില്ല. 30 കഴിഞ്ഞാലേ പിന്നെ 45-ാമത്തെ വയസ്സിലെ വിവാഹം കിടക്കണേ. നല്ല പ്രായത്തിൽ കഴിക്കാണ്ട് കിളവനായിട്ടാണോ വിവാഹം കഴിക്കുന്നത്? അത് ശരിയാ. ഞാൻ എങ്ങാനും അവനോട് ഇതിനെ കുറിച്ച് സംസാരിച്ച അവൻ എന്നോട് വഴക്കുണ്ടാക്കാൻ വരും. അതുകൊണ്ട് മോള് ഒന്ന് സംസാരിക്കോ അവനോട്? ഏ, ഞാനോ? നല്ല കഥേ. ഒരു കുഴപ്പമില്ല, മോള് പറഞ്ഞ അവൻ കേൾക്കും. ആന്റി എന്തായാലും പറഞ്ഞതല്ലേ, ഞാനൊന്ന് ശ്രമിച്ചു നോക്കാം. ഉറപ്പൊന്നുമില്ല. മതി, മോളൊന്ന് ശ്രമിച്ചു നോക്ക്. എന്നാ ഞാൻ വെക്കട്ടെ, അവന്റെ അച്ഛൻ വിളിക്കുന്നുണ്ട് അപ്പുറത്ത്. ഓക്കെ ആന്റി, ബൈ. കഴിഞ്ഞോ ഫോൺ വിളി? കഴിഞ്ഞു. എന്താ ഒരു ചിരി? അല്ലടാ, ഞാൻ ഓർക്കുമായിരുന്നേ, അന്ന് അങ്കിളും ആന്റിയും സർപ്രൈസ് വിസിറ്റ് ചെയ്തപ്പോൾ നിന്നെയും എന്നെയും ഒരുമിച്ച് കണ്ട സമയത്ത് പട്ടക്കം പൊട്ടിയ കണക്ക് നിനക്ക് കിട്ടിയ ഒരു അടി. അമ്മയുടെ കയ്യിൽ നിന്ന് ആദ്യമായിട്ടും അവസാനമായിട്ടും എനിക്ക് കിട്ടിയ അടി അതാണ്. ഓർക്കുമ്പോൾ ഇപ്പോഴും ചെവിയിൽ ഒരു മൂളിച്ചയാ. എന്നാ പിന്നെ നീ അവിടെ മൂളിക്കൊണ്ടിരിക്കേ, ഞാൻ കിടക്കട്ടെ. ഒന്നങ്ങോട്ട് നീങ്ങിക്കിടക്ക്, എനിക്കും കിടക്കണം. നമുക്കൊന്ന് പുറത്തു പോയാലോ പവി? അതിനെന്താ, പോകാലോ. എങ്ങോട്ടാ പോവാ? മോളിൽ പോയാലോ? പിന്നെന്താ, ഡബിൾ ഓക്കെ. ആ, ഞാൻ മറന്നു. ഇന്നലെ ആന്റി വിളിച്ചപ്പോ പറഞ്ഞല്ലോ മോനെ കെട്ടിക്കാറായി എന്ന്. ആ, അമ്മ അങ്ങനെ പലതും പറയും. അതൊന്നും നടക്കാൻ പോണില്ല. അതെന്താ നടക്കാത്തെ? നീ എന്താ സന്യസിക്കാൻ പോവാണോ? ഞാൻ എങ്ങോട്ടും പോകുന്നില്ല. തൽക്കാലം ഞാനിപ്പോ കെട്ടാനുള്ള പ്ലാൻ ഇല്ല. ഏ, പോയോ? നിൽക്ക്, ഞാനും വരുന്നു. പിന്നെ ആന്റി മംഗളും കണ്ടുപിടിക്കുന്ന പെൺകുട്ടിയെ തന്നെ കെട്ടണം എന്നൊന്നും ഇല്ല കേട്ടോ. നിന്റെ മനസ്സിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അതായാലും ആന്റിക്ക് ഓക്കെയാണ്. ആഹാ, അത് നല്ലൊരു ഓഫറാണല്ലോ. പിന്നല്ലേ, നീ ഒരു കാര്യം ചെയ്യ്, 2 ദിവസം ലീവ് എടുത്തിട്ട് നാട്ടിലേക്ക് ചെല്ല്. എന്നിട്ട് അങ്കിളിനോട് ആന്റിയോടും അതിനെക്കുറിച്ചൊന്ന് സംസാരിക്കും. മോളെ പവി, തൽക്കാലം നമുക്ക് ഈ സംസാരം ഇവിടെ അവസാനിപ്പിക്കാം. എന്തിന്? എടാ തരുൺ, ആന്റിയുടെയും അങ്കിളിന്റെയും ഒരേ ഒരു മകനല്ലേ നീ. നിന്റെ വിവാഹം കാണണമെന്ന് അവർ ആഗ്രഹിക്കുന്നതിൽ എന്താ തെറ്റ്? മാത്രല്ല, നിനക്ക് ആരോടെങ്കിലും ഇഷ്ടമുണ്ടെങ്കിൽ അതും അവർ ഓക്കെ ആണെന്ന് പറഞ്ഞില്ലേ? എനിക്കിഷ്ടം നിന്നെയാ. എന്താ, നീ എന്നെ വിവാഹം കഴിക്കാൻ തയ്യാറാണോ? പോടാ, അവൻ്റെ ഒരു തമാശ. ഞാൻ തമാശ പറഞ്ഞതല്ല പവി, എനിക്ക് നിന്നെ ഇഷ്ടം, ഒത്തിരി ഒത്തിരി ഇഷ്ടം. നോക്ക് തരുൺ, വേണ്ട, നമ്മുടെ ഇടയിൽ അങ്ങനെയുള്ള സംസാരങ്ങളൊന്നും വേണ്ട. നമുക്കിന്ന് നല്ല ഫ്രണ്ട്സായിരുന്നാൽ മതി. ഞാൻ ഒരുപാട് ശ്രമിച്ചതാ പവി, പക്ഷേ നീ ഇതെന്ത് ഭാവിച്ചാ തരുൺ? നിനക്കെന്നെക്കുറിച്ച് എന്തറിഞ്ഞിട്ടാ? എനിക്ക് നിന്നെക്കുറിച്ച് ഒന്നും അറിയണ്ട. അന്ന് നമ്മൾ കണ്ടുമുട്ടുമ്പോൾ നിന്റെ ലൈഫിലെ നല്ലതും ചീത്തയുമായ എല്ലാം വേണ്ടെന്ന് വെച്ചല്ലേ നീ അന്ന് ആത്മഹത്യക്ക് ശ്രമിച്ചത്. മരിക്കാൻ തീരുമാനിച്ച ആ നിമിഷം അവിടെ തീർന്നു പഴയ പല്ലവി. ഇപ്പോൾ എൻ്റെ മുൻപിലിരിക്കുന്ന ഈ പല്ലവിയെയാണ് എനിക്കിഷ്ടം. ആ പല്ലവിയെ മറ്റാരെക്കാളും എനിക്ക് നന്നായി അറിയാം. ഇല്ല തരുൺ, നമ്മൾ തമ്മിൽ ശരിയാവില്ല. എൻ്റെ ലൈഫിൽ ഇനിയും ഒരു പ്രണയം, അതും നിന്നോട്, ഒരിക്കലും ഉണ്ടാവില്ല. നീ നാട്ടിലേക്ക് ചെല്ല്. എന്നിട്ട് അങ്കിളും ആൻറ്റിയും പറഞ്ഞ് പെൺകുട്ടിയെ പോയി കാണ്. അല്ലെങ്കിൽ നീ എന്നോട് ഇങ്ങനെയൊന്നും പറയരുത് തരുൺ. എൻ്റെ മനസ്സിൽ നിനക്കുള്ള സ്ഥാനം വളരെ വലുതാ. അത് പ്രണയം എന്ന 3 അക്ഷരത്തിൽ ഒതുക്കി വയ്ക്കാൻ എനിക്ക് കഴിയില്ല. ഞാനത് ആഗ്രഹിക്കുന്നുമില്ല. ഹലോ ആൻറ്റി. ആ മോളെ പവി, നിങ്ങൾ എവിടെയാ? അവനെ വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ. ആ ആൻറ്റി, തരുണിപ്പോൾ എന്നെ ഫ്ലാറ്റിലാക്കിയിട്ട് പോയേ ഉള്ളൂ. ഓ, എങ്കിൽ പിന്നെ ഡ്രൈവിങ്ങിലായിരിക്കും. അതായിരിക്കും ഞാൻ വിളിച്ചപ്പോൾ എടുക്കാഞ്ഞ്. എന്തായി മോള്? ഞാൻ പറഞ്ഞ കാര്യം അവനോട് സൂചിപ്പിച്ചിരുന്നോ? ആ ആൻറ്റി, സൂചിപ്പിച്ചു. അവൻ്റെ മനസ്സിലാരും ഇല്ല. ആദ്യം കുറേ എതിർത്തെങ്കിലും ഇപ്പോൾ പാതി മനസ്സാ.
ഇനിയെല്ലാം ആൻറ്റിയുടെ കയ്യിലാ. ആൻറ്റി ഒന്ന് ആഞ്ഞു പിടിച്ചാൽ ചിലപ്പോൾ നാളെ തന്നെ അവൻ നാട്ടിലേക്ക് വന്നേക്കും. ആണോ? എന്നാ ഞാൻ ഇപ്പൊ തന്നെ വിളിക്കട്ടെ. അയ്യോ ആൻറ്റി, ഇപ്പം വിളിക്കണ്ട. ഇന്ന് ഒരുപാട് ഡ്രൈവ് ചെയ്ത കാരണം അവൻ നല്ല ടയേർഡാണ്. ചിലപ്പോൾ ആ ദേഷ്യത്തിന് നോ പറഞ്ഞാലോ. നാളെ വിളിച്ചാൽ മതി. ആ, എന്നാ പിന്നെ നാളെ ആവട്ടെ. എന്നാ ശരി മോളെ, ഞാൻ വെക്കട്ടെ. ഹായ് ആൻറ്റി, ബൈ.